എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മരത്തിന് കണ്ട കുറച്ച് ചെറുതേന് കെട്ടിയിട്ട്, അപ്പോൾ ഇത് കുറേ 2 കൊല്ലം അങ്ങറ്റായേ ഇടിങ്ങനെ വന്ന് കെട്ടിയിട്ട്. അപ്പോൾ ഇവരെന്ത് പാടത്തിന് ഇത് ഇതിനൊരു കലം ഇങ്ങനെ കുമ്പിടുത്തി കൊടുത്തിന്. പിന്നെ നമ്മളതിനെ നോക്കിയിട്ടൊന്നുമില്ല, നമ്മൾ എടുക്കാനൊന്നും നോക്കിയിട്ടില്ല. എപ്പോഴും ഈച്ച ഇങ്ങനെ പാർന്ന കാണാം അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കലാന്ന് തേനുണ്ടോയെന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും തേനുണ്ട് കേട്ടോ, പക്ഷേങ്കിൽ ഇതിപ്പം നമുക്ക് എടുക്കാൻ കഴിയില്ല, ചെറുതേനാണ്. ഇതിൻ്റെ ഉള്ളിൽ തേനുണ്ട്. അപ്പോൾ കലം നമ്മൾ അടത്തി എടുത്ത് നോക്കുമ്പോൾ എന്നാ കണ്ടതെന്ന് പറഞ്ഞാൽ ഈച്ച നമ്മളെ വല്ലാണ്ട് കടിക്കുന്നുണ്ട്. ഇപ്പം വേറെ എന്നെ കൊണ്ടും എടുക്കാൻ കഴിയില്ല. സ്പൂണ് ഈ ഒരു സ്പൂൺ എടുത്തിട്ട് വന്നാൽ സ്പൂൺ കൊണ്ട് കിട്ടുന്ന കല. അപ്പോൾ കുറച്ച് നമുക്കിവിടെ കിട്ടി കേട്ടാ. ഇതിൻ്റെ അകത്ത് തേനുണ്ട്. അപ്പോൾ ഇത് ചെറുതേനാണ്, ഇത് നല്ല വില കൂടിയ തേനാണേ. നമുക്ക് എന്തെങ്കിലും പരിച്ചാമ്പല്ലോ എന്തെങ്കിലും വയറുവേദനയോ എന്തെങ്കിലും ആകുമ്പോൾ ഒരു സ്പൂണ് കുടിക്കാൻ നല്ല മരുന്നാണിത്. പക്ഷേ ഇതിങ്ങനെ ഈ കലം വെച്ച് കൊടുത്തോണ്ട് ഇതിങ്ങനെ ആവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടാ. ഇതാ തേനാണത്. ഇതാണ് നമ്മളെ പരിപാടി. ഇപ്പോൾ നമ്മളെ കുറേ ഈച്ചയെല്ലാം കടിക്കുന്നുണ്ട്. എങ്ങനെ ഇത് എടുക്കാൻ കഴിയുന്നില്ല. ഇത് നമ്മളിങ്ങനെ വെട്ടിയിലും പിന്നെ കവുങ്ങിൻ്റെ തടി ഇങ്ങനെ പൊളന്നിട്ട് കെട്ടിക്കൊടുത്താൽ അതിൻ്റെ അകത്ത് ഇവർ വന്ന് കൂടും. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ ഈ തേൻ എടുക്കലുണ്ട്. അപ്പോൾ പരിശാകുമ്പോൾ ഒരു മരുന്നിന് കിട്ടും. ഇത് കിട്ടിയിട്ടുണ്ടേ തിരിച്ചു. അപ്പോൾ ഇത് കലത്തിലായോണ്ടില്ലേ അത്രയധികം നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഇത് കുറച്ച് കിട്ടും, ബാക്കിയെല്ലാം അതിന് പെരങ്ങിപ്പോന്നു. അരിച്ചിട്ടെടുക്കണം. അരിക്കണം. നല്ല തേനാണ്. ഈ മാസമാണ് എടുക്കേണ്ടത് ഈ തേന്. ഇപ്പം ഈ പൂവിൻ്റെ അടുക്കുന്നല്ല ഇവർ തേന് ശേഖരിച്ച് കൊണ്ടുവച്ചിട്ടാകുമ്പോൾ ഈ കുംഭമാസമാണ് തേൻ എടുക്കുക. അപ്പോൾ 2 കൊല്ലം കൂടിയിട്ട് എടുക്കുമ്പോൾ നല്ലോണം ഉണ്ടാവും. ഇത് 1 കൊല്ലം കൂടി എടുക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ 2 കൊല്ലം അങ്ങറ്റാ ഇതിവിടെ ഇങ്ങനെ നമ്മൾ ആക്കി വെച്ചിട്ട് വെറുതെ ആക്കി വെച്ചതാണ്. ഇനി എങ്ങനെ എടുക്കേണ്ടതെന്നൊന്നും പിന്നെ നമുക്ക് തിരിയുന്നില്ല. കലം ഇങ്ങനെ അടുത്ത് എടുക്കാനും ആകുന്നില്ല. അങ്ങനെയുള്ള വിഷമത്തിലേനു. ഈച്ചകൾക്കെല്ലാം സങ്കടം വന്നിട്ടാവുന്നത്. ഇനി ഈച്ചകൾ നമ്മൾ വേറെ കുറച്ച് എവിടെയെങ്കിലും ഒരു നല്ല സെറ്റപ്പ് ആക്കിയാൽ അതിൻ്റെ അകത്ത് പിടിച്ചുകൊണ്ട് വെച്ചാൽ ഇവരവിടെ നിന്നോളൂ. അങ്ങനെ കുറേ ആക്കാം. പക്ഷെ നമ്മളതിനൊന്നും കൂട്ടാൻ കഴിക്കാണ്. പിന്നെ 1 ലിറ്ററിന് എത്രയോ പറയുന്നൊക്കെ പൈസ. ഇനി കണ്ടാ തേനുണ്ട് കേട്ടാ. ഇതാ തേനുണ്ടോ. ഇതിന് പീഞ്ഞിങ്ങനെ എടുത്താൽ ഒരു 1/2 ലിറ്റർ തേനുണ്ടാവും. അരിച്ചിട്ടെടുക്കണം. അപ്പം ഇത്ര തേന് കിട്ടിയേട്ടാ. നമ്മൾ വിചാരിക്കാണ്ട ഇത് കിട്ടിയത്. ഇതിങ്ങനെ അവിടെ കലം കുമ്പിടുത്തി വെച്ചിട്ട് ഇങ്ങനെ തേനുണ്ടാവുമെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. എന്നാലും ഒന്ന് നോക്കാൻ വിചാരിച്ചു. അതെല്ലാം കടിക്കുന്നുണ്ടോ, കഴിക്കുന്നെല്ലാം ഇവരെല്ലാം ഇവിടെ കടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര തേനുണ്ട്. ഇതെല്ലാം മൊത്തം പിന്നെ 1/2 ലിറ്റർ തേനുണ്ടാവും. നല്ല പൈസയല്ലേ ഇനി. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
നമുക്ക് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഇട്ട് തരണേ. അപ്പോൾ താങ്ക് യു.